ഹലോ, ഇന്ന് ഞായറാഴ്ചയാണ്, ഒഴിവ് ദിവസമാണ്. അങ്ങനെ ഞങ്ങളൊന്ന് ഗുരുവായൂർ പോവാന്ന് ഇന്നലെ തന്നെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റു, ഭയങ്കര മഴയാണ്. അപ്പൊ എങ്ങനെ പോകുന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ടെൻഷനിലാണ് ട്ടോ ഞാൻ അടുക്കളയിൽ കയറിയത്. അപ്പൊ അതേ പിള്ളേർക്കുള്ള സംഭവങ്ങളൊക്കെ കുക്കറിലാക്കി ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ അതേ സുക്കുറുവിന് ദോശയും പഞ്ചസാരയും കൂടെയാണ് കൊടുക്കുന്നത്. സുക്കുറു ഞാൻ ഉറക്കത്തീന്ന് എണീപ്പിച്ച് വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിച്ചിട്ട്, ചൂടുവെള്ളത്തിലാണ് കുളിപ്പിച്ചത്. അപ്പൊ റെഡിയാക്കി ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഫുഡ് കൊടുത്തത്. അപ്പൊ അതേ തുമ്പിക്ക് നമ്മൾ പഴം പുഴുങ്ങിയത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. തുമ്പി എണീറ്റ് തുമ്പിക്ക് അത് കൊടുത്തതിന് ശേഷം തുമ്പിനെ അതേ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പട്ടുപാവാട കാര്യങ്ങളൊക്കെ ഇടാന്നാണ് വിചാരിച്ചത്. ഞാൻ സെറ്റും കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഈ മഴയത്ത് ഇതൊക്കെ ഈ പിള്ളേരെയും കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അതിനേക്കാളും ഭേദം നമ്മൾ ചുരിദാറും സാധാ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതേ ഞങ്ങൾ റെഡിയായി ഇങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കാണ്ട്. അപ്പൊ അതേ ഞാൻ സുചേട്ടനും ദോശയും സാമ്പാറും ദേ ചായയും കൂടിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തിന്നത്. അപ്പൊ അതേ നമ്മൾ ടൂ വീലറിന് കൊടുങ്ങല്ലൂർ പോയിട്ട് അവിടെ നിന്ന് ബസ് കയറാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളത് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ ഇപ്പൊ കാര്യമില്ല കേട്ടോ. ഭാഗ്യത്തിന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ മഴ കുറഞ്ഞു. അല്ലെങ്കിൽ ഈ കോട്ടൊക്കെ ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരു 9-9:10 ആകുമ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു KSRTC വരുന്നുണ്ടായിരുന്നു. പിന്നെ സൂപ്പർ ഫാസ്റ്റിനായിട്ട് കാത്തു നിന്നില്ല, അത് കിട്ടുമെന്ന് ചിലപ്പോൾ ഡൗട്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ KSRTC കയറി. മറ്റു ലോക്കൽ നമ്മുടെ പ്രൈവറ്റ് ബസ് ഇല്ലേ, അതിനേലും സുഖം, നമുക്ക് ഇരിക്കാനൊക്കെ സുഖം KSRTC ആണ് കേട്ടോ. പിള്ളേരെ കൊണ്ടൊക്കെ ഇരിക്കണ്ടേ. അപ്പോൾ അതേ ലോങ് സീറ്റ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ബസ്സിന്റെ കാറ്റടിച്ചപ്പോൾ തന്നെ തുമ്പിമോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട്, പിന്നെ എനിക്ക് നേരെ ഒരു തലവേദന ഉണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് എന്തോ ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ മുടിയൊക്കെ അയച്ചിട്ടപ്പോൾ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യുമല്ലോ. അപ്പൊ അതേ നമ്മള് ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടാ. നല്ല തിരക്കുണ്ടായിരുന്നു, എന്തോ ഒരു സമർപ്പണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അതിന്റെ ഭാഗത്തോട്ടൊന്നും നമ്മൾ പോയില്ല. ഗുരുവായൂർ എത്തിയാൽ പിന്നെ ഒരു തത്രപ്പാടാണ്, എന്ത് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ സൂചേട്ടൻ പോയിട്ട് പായസത്തിനും വഴിപാടിനുള്ള റെസിപ്റ്റ് എടുക്കും. പിന്നെ തുമ്പിമോൾക്ക് തുലാഭാരത്തിന് ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മളത് ഈ ഒരു താമര, കദളിപ്പഴം, മഞ്ഞപ്പട്ട അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഒരു തുളസിയുടെ ഒരു കെട്ട് വാങ്ങിച്ചു. പിന്നെ വെണ്ണയും വാങ്ങിച്ചു കേട്ടോ. അതാണ് നമ്മൾ കൃഷ്ണന് കൊടുക്കുന്നത്. ഈ ഒരു സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. അപ്പൊ അതേ ഒരു കൃഷ്ണ വിഗ്രഹം നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ഇറങ്ങുമ്പോൾ നോക്കാന്നൊക്കെ കരുതി. അപ്പൊ ദേ ഇവിടെ നിന്നാണ് ട്ടോ ഞങ്ങള് വെണ്ണ മേടിച്ചത്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടാ. എങ്ങനെ തൊഴുതിറങ്ങുന്ന ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ ഫോണും വെക്കണം കേട്ടോ. പിന്നെ എനിക്ക് വേറെ കൂടുതലായിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാലോ ഗുരുവായൂര് ഫോൺ കേറ്റില്ല. അപ്പൊ ദേ ഞങ്ങൾ നേരെ ചെന്നിട്ട് സൂചേട്ടനും പിള്ളേരും ആദ്യം നടക്കും. ഞാൻ ഈ വീഡിയോസും ഇത് കാര്യങ്ങളൊക്കെ എടുക്കണോണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂചേട്ടൻ പറയണ്ട് വേഗം വായോ എന്നൊക്കെ പറയണ്ട് കേട്ടോ. അപ്പൊ ദേ പായസത്തിനുള്ള ക്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പൊ ദേ ചെരുപ്പല്ല സോറി, ബാഗും സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സൂചേട്ടൻ പായസത്തിന് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് നമ്മൾ തൊഴുതിറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ തുമ്പിമോൾക്ക് തുലാഭാരമൊക്കെ നടത്തി. പിന്നെ അവിടെ ദേ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ നിന്നും കുറെ പേര് പോയിട്ട് തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ ഞങ്ങൾ നിന്നില്ല കേട്ടോ. കാരണം തൊഴുതിറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ആവശ്യതയായി. പിന്നെ തുമ്പിമോൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ പെട്ടെന്ന് തന്നെ കയറ്റി വിടും കേട്ടോ. ശരിക്കും ഒരു 1:15 ആയപ്പോഴേക്കും നമ്മൾ തൊഴുതിറങ്ങിയത് പായസമൊക്കെ മേടിച്ച് പായസമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ വെച്ച് കുടിച്ചു കേട്ടോ. നമുക്ക് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല. തുമ്പിമോളെ ഇടയാനൊക്കെ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫീഡൊക്കെ ചെയ്തിട്ട് ഉള്ളിൽ ഫീഡ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ ഇതേ സുക്രുവിന് കളിപ്പാട്ടം മസ്റ്റ് ആണല്ലോ. ഗുരുവായൂർ വന്ന എന്തെങ്കിലും കളിപ്പാട്ടം മേടിച്ചില്ലെങ്കിൽ ഒരു കുറവല്ലേ. അപ്പൊ അതേ സുക്രുവിന് ഒരു പ്ലെയിൻ മേടിച്ചു. സൂചേട്ടൻ ആ ഒരു വണ്ടി മേടിക്കാനായിട്ട് കുറേ പണി പെടുന്നുണ്ടെങ്കിലും സുക്രുവിന് ആ പ്ലെയിൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാ. പിന്നെ തുമ്പിമോക്ക് ഒരു ഫോണോ എന്തോ ആണ് മേടിച്ചത്. പിന്നെ ഞാൻ ഒരു കൃഷ്ണ വിഗ്രഹം മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു കൃഷ്ണ വിഗ്രഹം മേടിച്ചിട്ട് അവിടെ അത്യാവശ്യം നല്ല വിലയാണ്. പക്ഷെ നല്ല അടിപൊളി കൃഷ്ണ വിഗ്രഹം മേടിച്ചു. പക്ഷെ ഞാൻ മേടിച്ച സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ നേരെ ബസ് കയറി വീട്ടിലോട്ട് പോയിട്ട് ആ കൂട്ടത്തിലൊരു ലോട്ടറിയും എടുത്തു. പിന്നെ തുമ്പിമോക്ക് ആ ഒരു പിങ്ക് ഫോണാണ് കേട്ടോ മേടിച്ചത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.